നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. PSG ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ ഒടുവിൽ ആ ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി കൊണ്ട് തന്നെ നടത്തിയിരിക്കുകയാണ്. ഈ സീസണിന് ശേഷം PSG ഇപ്പോൾ വിട പറയാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിലേക്കാണ് അദ്ദേഹം ചേക്കേറുന്നത്. 2017 മുതൽ PSG വേണ്ടി കളിക്കുന്ന കിലിയൻ എംബപ്പെ അവരുടെ ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടോപ്പ് സ്കോറർ കൂടിയാണ്. എംബപ്പയ്ക്ക് യാത്രയയപ്പ് നൽകാൻ ഇപ്പോൾ PSG തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാളെ ലീഗ് 1 നടക്കുന്ന മത്സരത്തിൽ ടുളൂസയാണ് PSG എതിരാളികൾ. PSG മൈതാനമായ പാർക്ക് ഡെസ് പ്രിൻസസിൽ വെച്ചുകൊണ്ട് ഈ സീസണിൽ അവർ അവസാനമായി കളിക്കുന്ന ഒരു മത്സരം കൂടിയാണ് ഇത്. ഈ മത്സരത്തിന് ശേഷം എംബപ്പയ്ക്ക് ഒരു യാത്രയയപ്പ് നൽകാനാണ് ഇപ്പോൾ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുള്ളത്. ഫ്രഞ്ച് മാധ്യമങ്ങൾ എല്ലാവരും ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം എംബപ്പയുമായി ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. PSG വിടുകയാണ് എന്ന പ്രഖ്യാപനം നടത്തിയതിനു ശേഷം PSG ആരാധക കൂട്ടായ്മയായ അൾട്രാസിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടി കിലിയൻ എംബപ്പെ നടത്തിയിട്ടുണ്ട്. ക്ലബിനോട് വിട പറയുന്ന സമയത്തും PSG ആരാധകരുമായുള്ള ആ ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കുകയാണ് ഇതിലൂടെ കിലിയൻ എംബപ്പെ ചെയ്തിട്ടുള്ളത്. അൾട്രാസിലെ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം ഈ ഒരു പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം എംബപ്പയും PSG പ്രസിഡന്റായ നാസർ അൽ ഖലീഫിയും ഒരു ഉടക്കിലാണ് എന്നുള്ളത് കൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തന്റെ വിടവാങ്ങൽ വീഡിയോയിൽ കിലിയൻ എംബപ്പെ എല്ലാവരോടും നന്ദി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്ലബിന്റെ പ്രസിഡന്റിനെ ഒരിടത്ത് പോലും കിലിയൻ എംബപ്പെ പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എംബപ്പെ ക്ലബ്ബുമായുള്ള കോൺട്രാക്ട് പുതുക്കാത്തതിൽ നാസർ അൽ ഖലീഫിക്ക് വലിയ ദേഷ്യമുണ്ട്. അദ്ദേഹം പരമാവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു, പക്ഷെ കിലിയൻ എംബപ്പെ വഴങ്ങിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കിലിയൻ എംബപ്പയെ ഇനി അടുത്ത സീസണിൽ നമുക്ക് റയലിന്റെ ജേഴ്സിയിലാണ് കാണാൻ സാധിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.